الحمد لله الأحد الواحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في صفاته، واحد في ذاته، واحد في أفعاله، واحد في أسماعه، ليس كمثله شيء وهو السميع البصير. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. رب السماوات والأرض وما بينهما فاعبدوه فاستبر لعبادته هل تعلم له سميا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أترضى أن تكون رفيق قوم لهم زاد أنت بغير زادي. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മുഹറം മാസത്തിലെ ആശൂറ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ ഇഷ്ടമുള്ള നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് നാം ഇന്ന് ഈ വെള്ളിയാഴ്ച ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കാതെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന നോമ്പ് അത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു വജഹു അനിൻ നാരി 70 ഖരീഫ. ഒരു മുഅ്മിനായ അടിമ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ദേഹേച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു നോമ്പനുഷ്ഠിച്ചാൽ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് 70 വർഷം അവന്റെ മുഖത്തെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ യൗമു ആശൂറ എന്ന ദിനത്തിലുള്ള നോമ്പിന്റെ പ്രാധാന്യം കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ നമ്മൾ വിശദീകരിച്ചത് കൊണ്ട് അത് അനുഷ്ഠിക്കുവാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ വിഷയത്തെ അവഗണിച്ചു കളഞ്ഞ ആളുകൾ, അവര് അടുത്ത വർഷം അല്ലാഹു ആഫിയത്ത് നൽകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനത് ഉപേക്ഷിക്കുകയില്ല എന്ന
ഒരു ഉറച്ച മനസ്ഥിതി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ പരമമായ ആദർശമാണ് തൗഹീദ് എന്നും ആ തൗഹീദ് 3 വിഭാഗമാണ് എന്നും അതിലേറ്റവും പരമപ്രധാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി നാം മനസ്സിലാക്കണമെന്നും അതിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ നേർച്ചകളും വഴിപാടുകളും ഇബാദത്തുകളും ദുആകളും സഹായ അഭ്യർത്ഥനകളും എല്ലാം ഏകനായ അല്ലാഹു തആലക്ക് മാത്രമേ നാം നിർവഹിക്കാൻ പാടൂ. അതാണ് അംബിയാ മുർസലുകളുടെ ബീവിമാരുടെ ശുഹദാക്കളുടെ ഔലിയാക്കന്മാരുടെ മാർഗമെന്നും വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1-ാം ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് ആ തൗഹീദിന്റെ പരമപ്രധാനമായ മറ്റൊരു അധ്യായത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് 1-ാം ഖുത്ബയിൽ നാം വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിഹി. എന്താണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണനാമ വിശേഷണങ്ങളിൽ ഏകത്വം കൽപ്പിക്കുക. അഥവാ അല്ലാഹു തആലക്ക് നിരവധി നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഒരിക്കലും മറ്റൊരാളിലേക്ക് നമ്മൾ ഖിയാസാക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സാമ്യപ്പെടുത്താൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റൊന്നുമില്ല എന്നുള്ളതും ഇതിന്റെ സിഫാത്തുകളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ വളരെ ഗണ്യമായി കൊണ്ട് ഈ 3 വിഷയങ്ങളും ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ ഞാൻ ഓതി വെച്ച 19-ാം അധ്യായം സൂറത്തു മറിയമിന്റെ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും ചരാചരങ്ങളുടെയും അഥവാ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും റബ്ബാകുന്നു അല്ലാഹു. അതാണ് തൗഹീദുർ റുബൂബിയ്യത്ത്. അതുകൊണ്ട് തന്നെ ഫഅബ്ദുഹു വസ്തബിൽ ഇബാദതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് നൽകുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. അവിടെ ഇരിക്കട്ടാ. തൗഹീദുൽ ഉലൂഹിയ്യത്ത് അതാണ്. 3-മതായി അല്ലാഹു പറഞ്ഞു, ഹൽ തഅലമു ലഹു സമീയ. അവന്റെ നാമങ്ങളോട് അവന്റെ ഗുണങ്ങളോട് തുല്യമായ ഒന്നും തന്നെയില്ല. അതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിഹി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള അധ്യായം. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നു. 42-ാം അധ്യായം സൂറത്ത് ശുഅറ 11-ാമത്തെ ആയത്തിലൂടെ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അവ അറ്റമില്ലാത്ത കേൾവിയുടെ ഉടമസ്ഥൻ, അറ്റമില്ലാത്ത കാഴ്ചയുടെ ഉടമസ്ഥൻ, എല്ലാം അറിയുന്ന അഗാധജ്ഞാനി, അവനെ പോലെ ഒന്നും തന്നെയില്ല. സൂറത്തുൽ ഇഖ്ലാസ് എന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു അധ്യായമാണ്. ഖുർആനിന്റെ 1/3 ഒരാൾക്ക് ഓതാൻ കഴിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിക്കാണ്, നബിയെ, എങ്ങനെയാണ് ഖുർആന്റെ 1/3 നമുക്ക് ഒറ്റയടിക്ക് ഓതി തീർക്കുക? അവിടുന്ന് പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. അപ്പോ ആ ചെറിയ
അധ്യായം, നമുക്ക് മനഃപ്പാഠമുള്ള അധ്യായം, അതിൽ അല്ലാഹു തആല റബ്ബിനെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആലയുടെ അസ്തിത്വത്തെയും ആ റബ്ബിന്റെ വഹദാനിയത്തിനെയും അവന്റെ അസ്മാഇ വ സിഫാത്തുകളെയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ അവന് തുല്യമായി ഒന്നും തന്നെ ഇല്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് എന്താണ് എന്ന് പഠിച്ചിരിക്കുക എന്നത് വളരെ അടിസ്ഥാനപരമാണ്. കാരണം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമുക്കറിയാം വ്യത്യസ്തമായ വിശ്വാസ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. ഈ കേരളത്തിൽ തന്നെ മതപ്രസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ തരത്തിലുള്ള അഖീദകൾ, വിശ്വാസ വൈകല്യങ്ങളിൽ അകപ്പെട്ടു പോകുന്ന സംഘടനകളുണ്ട്, അവരെ പിൻപറ്റുന്ന അനുയായികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന അള്ളാഹുള്ള വിശ്വാസം, തൗഹീദുള്ള വിശ്വാസം, അതൊക്കെ നമ്മൾ സ്വീകരിച്ച് അബദ്ധം പറ്റിയാൽ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയില്ല. കാരണം സ്വർഗത്തിന്റെ താക്കോലാണ് തൗഹീദ്, അതിന്റെ പരമമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ ആ താക്കോല് കൃത്യമായ പല്ലുകളോട് കൂടിയുള്ളതാകണം. ഒരു ഡോറിന്റെ ചാവി, ആ ചാവി അല്ലാത്ത മറ്റൊരു ചാവി ഇട്ടാൽ ആ ഡോറ്, ലോക്ക് ചെയ്ത ഡോറ് തുറക്കാൻ പറ്റുമോ? തുറന്ന ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ പല്ല് തന്നെ എന്തെങ്കിലും ചെറിയ ഒരു പൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിടവോ വ്യത്യാസം വന്നാൽ പിന്നെ ആ ചാവി ഉപയോഗിക്കാൻ പറ്റില്ല ആ ഡോറിന്. അപ്പോ സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്ന വിശ്വാസി തൗഹീദിന്റെ 3 വശങ്ങളെയും കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ അവന് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തൗഹീദുൽ അസ്മാഇ വ സിഫാത്തിഹി എന്ന ഈ ഒരു ചർച്ച, നമ്മൾ ഈ ഒരു പഠനം നമ്മൾ ശരിക്കും ഈ ഖുതുബയിൽ ശ്രദ്ധിക്കണം. വളരെ വലിയ വിജ്ഞാനമാണ്, വ്യാപകമായ കിതാബുകൾ രചിക്കപ്പെട്ട മേഖലയാണ്. പക്ഷേ പരിമിതമായ ഒരു 10-30 അല്ലെങ്കിൽ 20 മിനിറ്റിൽ ഈ വിഷയം പറഞ്ഞൊതുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല എന്നും അത് ഉൾക്കൊള്ളുക എന്നതും സാധ്യമല്ല എന്നും നമുക്കൊക്കെ അറിയാം. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കാതലായ വശങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഈ 1-ാം ഖുതുബ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അഥവാ നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഈ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദക്ക് പകരമായി മുഅ്തസിലിയത്ത്, അശ്അരിയത്ത്, മാതുരിയത്ത്, ജബരിയത്ത്, ഖദരിയത്ത് എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ കക്ഷികളുണ്ട്. ആ കക്ഷികളൊക്കെ അല്ലാഹു തആലയെ കുറിച്ചും അവന്റെ സിഫാത്തുകളെ കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ളത് അബദ്ധമായ വിശ്വാസമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലാഹു തആല പാലിലെ വെണ്ണ പോലെയാണെന്ന് വിശ്വസിച്ചിരുന്ന മുസ്ലിം സമുദായമുണ്ട്. പാലിലെ വെണ്ണ എവിടെ ചോദിച്ചാൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോ ആ വിശ്വാസം ഇമാം ഗസാലി പറഞ്ഞതോ പ്രചരിപ്പിച്ചതോ അല്ല, മറിച്ചൊരു യുക്തിവാദിയുമായി ഒരു മുഖാത്തബ സംവാദം നടത്താൻ വേണ്ടി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പോയതാണ്. ആ പോയ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനെ നിഷേധിച്ചു, അദ്ദേഹം പരലോകത്തെ നിഷേധിച്ചു. അല്ലാഹു തആലയെ ഒരിക്കലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അത് ലോജിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള ന്യായങ്ങളും അവതരിപ്പിച്ചു. അപ്പോ അദ്ദേഹത്തോട് ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുത്ത് പ്രവാചകന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതവിടെ ഒരിക്കലും ഒരു ക്ലിക്കാകുന്ന മറുപടിയല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ അദ്ദേഹം ആ സംവാദത്തിൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ സംവാദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ആ യുക്തിവാദിയോട് അദ്ദേഹം ചോദിച്ചു, ഈ വെണ്ണ എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വെണ്ണ അംഗീകരിക്കുന്നുണ്ട്, എന്തിനാ നിഷേധിക്കേണ്ട ആവശ്യം, അത് ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ ഒരു തോൽപാത്രത്തിൽ ഒരു പാത്രത്തിൽ പാല് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. പാല് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, തൈര്, വെണ്ണ, ഇതേപോലെയുള്ള സംഗതികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഉണ്ട്. എങ്കിൽ ഒരു ബക്കറ്റ് പാല് വെച്ചിട്ട് ചോദിച്ചു, ഇതിലെവിടെ വെണ്ണ എന്ന് ചോദിച്ചു, ഇതിലെവിടെ തൈര് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിലുണ്ട്. അല്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലെ അത് കാണിച്ചു തരണം, കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോ യുക്തിവാദി ഉത്തരം മുട്ടി. അയാള് പറഞ്ഞു, അതിലുണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലെ എവിടെ, അത് കാണിച്ചത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളണം എന്നാണ്. അപ്പൊ പറഞ്ഞു, അത് കടഞ്ഞെടുക്കണം, അപ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിൽ അല്ലാഹു തആല
ഉണ്ട് എന്നത് ഏതൊരു മനുഷ്യബുദ്ധിയെയും അംഗീകരിക്കുന്ന തെളിവുകളാണ് ഈ പ്രപഞ്ചം മുഴുവനും. ആ പ്രപഞ്ചത്തിന്റെ കൃത്യമായ സന്തുലിതാവസ്ഥയും അതിന്റെ ഭംഗിയുള്ള എല്ലാ ആകാശമേലാപ്പുകളും ചന്ദ്രനും സൂര്യനും അതുപോലെ നക്ഷത്രാദികളും ഈ ഭൂമിയിൽ കൃത്യമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന സസ്യലതാദികളും ചിവീടുകളും മുഴുവനും മനുഷ്യന്റെ അഴകാർന്ന ഈ സൃഷ്ടിപ്പും എല്ലാം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അവിടെ അദ്ദേഹം യുക്തിവാദി ഉത്തരം മുട്ടിപ്പോയി. പക്ഷേ പിന്നീട് ആ ഗസാലിയിൽ നിന്ന് സംവാദം കേട്ട് തിരിച്ചുപോയ കൗമ് അള്ളാനെ മനസ്സിലാക്കിയത് എങ്ങനെ അറിയങ്ങള്? അള്ളാന്ന് പറഞ്ഞ പാലിലെ വെണ്ണ പോലെയാണ്. ഇതാണ് തെറ്റായ വിശ്വാസം. ഇങ്ങനെയാണ് അശരി ഇമാമിന്റെ പേരിലും മാതുരി ഇമാമിന്റെ പേരിലും മുഅ്തസിലിയാക്കളായ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസ്മാ സിഫാത്ത് എന്താണ് എന്നും അഹ്ലുസുന്ന വൽ ജമാഅ ആ വിഷയത്തിൽ പറഞ്ഞ കൃത്യമായ സംഗതി എന്താണ് എന്നും നമ്മൾ വ്യക്തമായി തന്നെ പഠിപ്പിക്കണം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല തനിക്കായി സ്വീകരിച്ച നാമങ്ങളും ഗുണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ പറഞ്ഞത്, ആ രൂപത്തിൽ മാത്രം നമ്മൾ വിശ്വസിക്കുക. അതിന് മാറ്റം വരുത്താൻ പാടില്ല, അതിനെ നിഷേധിക്കാൻ പാടില്ല, അതിനെ ഉപമിക്കാൻ പാടില്ല, അതിന് രൂപനിർണയം നൽകാൻ പാടില്ല. മറിച്ചത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നത് ഈമാനാണ്. അതാണ് യഥാർത്ഥത്തിൽ തൗഹീദ് പൂർണ്ണമായ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഈമാൻ, വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം അസ്മാ വ സിഫാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. 7-ാം അധ്യായം സൂറത്തുൽ അറാഫ് 180-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു തആലക്ക് അനവധി നാമങ്ങളുണ്ട്. ഏറ്റവും ഉത്തമമായ നാമങ്ങൾ അത് അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ആ നാമങ്ങളെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക എന്നാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുവാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. ഉത്തരം കിട്ടുന്ന ദുആകൾക്ക് ഒരുപാട് ഷർത്തുകളുണ്ട്. അതിൽ ഒരു ഷർത്താണ് അള്ളാഹുവിന്റെ അസ്മാഇകളെ മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബിനെ പ്രശംസിക്കുക. അല്ലാഹു തആലയെ ഒരു സൃഷ്ടിയോട് ഉപമിക്കാൻ പാടില്ല. പക്ഷേ ഈ ദുആക്ക് ഉത്തരം കിട്ടുവാനുള്ള എളുപ്പ വഴി പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗുണനാമങ്ങളെ മുന്നിൽ വെക്കുക. അഥവാ ഖാദിറായ അല്ലാഹ്, ഖാലിഖായ അല്ലാഹ്, മുദബ്ബിറായ അല്ലാഹ്, അതേപോലെ തന്നെ സമീആയ അല്ലാഹ്, ബസീറായ അല്ലാഹ്, റഊഫായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനെ പ്രശംസിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെടുക. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പോകുമ്പോ, ഒരു MLA അടുത്ത് പോകുമ്പോ ആ MLAക്ക് നമ്മൾ കൊടുക്കുന്ന നിവേദനം അല്ലെങ്കിൽ ആ ഒരു അപേക്ഷ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളെ എന്ത് ചെയ്യും? ഒന്ന് പ്രശംസിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊക്കി വെച്ചാൽ എന്തുണ്ടാവും? ഓനൊന്ന് ഈഗോ ഉണ്ടാവും, അഹംഭാവം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും. അങ്ങനെ അല്ലാഹു തആലക്ക് അഹങ്കാരവും അഹംഭാവം ഉണ്ടാകാൻ അള്ളാഹനെ പൊക്കുക എന്ന അർത്ഥം ഇതിലേക്ക് നമുക്ക് ഖിയാസാക്കരുത്, താരതമ്യപ്പെടുത്തരുത്. മറിച്ച് നമ്മൾ ഭൗതികമായി പോലും ഒരാളിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നിറവേറാൻ എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടാൻ എന്ത് ചെയ്യും? അയാളെ പറ്റുമെന്നാണ് പ്രശംസിക്കും. രാജീവപ്പെടുത്ത ആരാ നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര ആൾക്കാരെ കണ്ണീരൊപ്പിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലുള്ള മനുഷ്യന്മാർ ഈ പ്രദേശത്തില്ലായിരുന്നെങ്കിൽ എത്ര ആളുകൾ കഷ്ടപ്പെടുമായിരുന്നു. മാഷാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും? അതാണ് നടക്കും. ഇത് സാധാരണഗതിയിൽ മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞ, മനസ്സിലലിഞ്ഞ, അവന്റെ അസ്തിത്വത്തിൽ അലിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. എങ്കിൽ ഇതിനേക്കാൾ അപ്പുറമാണ് ആകാശഭൂമികളുടെ റബ്ബിന് അള്ളാഹുവിന്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരോട് തേടുക എന്നത്. അപ്പൊ അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള അനവധി വഴികളിൽ ഒരു വഴിയാണ് അസ്മാ സിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ സിഫാത്തുകളും മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു അങ്ങനെ ദുആ ചെയ്ത് ഉത്തരം എളുപ്പത്തിൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റഹീം, റഹ്മാന് എന്ന് അടങ്ങുന്ന ഇപ്പോ നമുക്ക് ദിക്റുകളുടെ ആപ്പുകൾ എടുത്തു നോക്കിയാൽ കാണാം. എന്ത്? അല്ലാഹു തആലക്ക് 99 നാമങ്ങളുണ്ട്. 99 അല്ല, പക്ഷെ ക്ലിപ്തപ്പെടുത്തിയ നാമങ്ങളെ പറ്റി ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. 99 നാമങ്ങൾ. അത് ആര് കൃത്യമായി
ഉൾക്കൊണ്ട് അഥവാ മനഃപ്പാഠമാക്കി അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും ഉൾക്കൊള്ളണം. അല്ല കേവലം ഒരു ഇമ്പോഷൻ എഴുതി പഠിക്കണ പോലെ അങ്ങനെ പഠിച്ചിട്ട് റഹീം, റഹ്മാൻ, ഗഫൂർ, സത്താർ അങ്ങനെ കാണാപാഠം പഠിച്ചുകൊണ്ട് മാത്രം പോരാ. അതങ്ങനെ പഠിച്ചത് കൊണ്ട് വലിയ കൂലിയുണ്ട്. പക്ഷെ അർത്ഥവും അതിന്റെ ആശയവും ഉൾക്കൊണ്ടുകൊണ്ടാകണം. അല്ലാഹു സമീ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കും കേൾവിയുണ്ട്, അള്ളാഹ്ക്കും കേൾവിയുണ്ട്. അല്ല ബസീറാണ്, നമ്മളും കാണുന്നുണ്ട്, അള്ളയും കാണുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു തആലക്ക് കൈകളുണ്ട്, നമുക്കും കൈയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ പോലെയാണ് എന്ന് സാദൃശ്യപ്പെടുത്താൻ പറ്റൂല. നമ്മളെ കേൾവി പോലെയാണ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ചുമരിനപ്പുറത്തുള്ള ശബ്ദം കേൾക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണുകൾക്ക് ഈ ചുമരിനപ്പുറത്തുള്ള ഒരു പ്രകാശം അടിച്ചിട്ടില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്തവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹു സമീ എന്ന് പറയുമ്പോ അസ്സമീ അലിഫ്ലാം ചേർത്തുകൊണ്ടാണ്. ആ അലിഫ്ലാമിന്റെ പ്രാധാന്യം എന്താണ്? അസ്സമീ, അൽ ബസീർ, അൽ വദൂദ്, അർ റഹീം, അൽ ഖാലിഖ്, അസ്സമദ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഒരു സൃഷ്ടിക്കും ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റാത്ത വിധം അറ്റമില്ലാത്ത, പരിമിതിയില്ലാത്ത, എല്ലാത്തിനെയും ചൂഴുന്ന അറിവുള്ള, കഴിവുള്ള, കേൾവിയുള്ള, കാഴ്ചയുള്ളവനാണ് അള്ളാഹു എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ആ 99 നാമങ്ങളെ ഒരാൾ മനഃപ്പാഠമാക്കി ദുആ ചെയ്താൽ അയാൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഏതാനും ചില ഖുതുബകൾ കഴിഞ്ഞു പോകുമ്പോ. ഇനി നമ്മൾ വിശദീകരിക്കുന്ന അടുത്ത ഖുതുബകളുടെ തുടർച്ച അള്ളാഹു തആലക്ക് ഏറ്റവും കോപമുള്ള പാപമായ ശിർക്ക് എന്നതാണ്. ആ ശിർക്ക് അരിച്ചു വരുന്ന വിശ്വാസങ്ങൾ പരിശോധിക്കുമ്പോ ഇവിടെ കൃത്യമായ ബോധ്യമുള്ള ആളുകൾക്ക് ഒരിക്കലും അത്തരത്തിലുള്ള മൗലിദുകളിലൂടെ, മാലകളിലൂടെയുള്ള കള്ളക്കഥകളും അതിശയോക്തികളും കെട്ടുകഥകളും കേട്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഒരു അതിശയോക്തി, ഒരു ബേജാറോ ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാന്റെ സിഫത്തുകൾ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വ്യാജ കറാമത്തോ ഒരു വ്യാജ മതമോ കേട്ടാൽ അത് സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്ന്, എന്നുടയേകൾ ഉടയവൻ തന്റേകൾ ആകന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. ഇത് കേരളത്തില്, നമ്മുടെ നാട്ടില് സമസ്ത എന്ന് പറയുന്ന സുന്നി പ്രസ്ഥാനം എന്നൊക്കെ കേൾവിപ്പെടുന്ന ഈ പണ്ഡിതന്മാര് സാധാരണക്കാരുടെ വീടുകളിലും പള്ളികളിലും ധാരാളമായി ചൊല്ലുന്ന ഒരു മാലയാണ്. ഷേഖ് ജീലാനിയുടെ പേരിലെ കള്ളക്കഥയാണ്. അതിൽ പറയുന്നതാണ്, എന്നോട് ഏകൽ ഉടയവൻ തന്റെ ഏകൽ ആകും എന്ന് പറഞ്ഞാൽ ആകും അതെന്നോവർ. അഥവാ അല്ലാഹു തആലയുടെ ഒരു സിഫത്താണ് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു തആലയുടെ സിഫത്താണ് എന്ത്? അല്ലാഹു ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അത് ഉണ്ടാകും. അല്ലാഹു ഒന്നിന്റെയും പ്ലാനിങ് ആവശ്യമില്ല. അല്ലാഹു ഉദ്ദേശിച്ച കുൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഉണ്ടാകും. അങ്ങനെയാണ് അല്ലാഹു ആകാശഭൂമികളെയും മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് ജീലാനിയെ പറ്റി പറയാണ്, എന്നുടെ ഏകൽ ഉടയവൻ തന്റെ ഏകൽ ആകും ഞാൻ ചൊൽകിൽ എങ്കിൽ അതാകും അതെന്നോവർ. ഞാനും അള്ളാഹും കുൻ എന്ന് പറഞ്ഞാൽ അതാകും. അപ്പൊ മൊയ്തീൻ ഷേഖും കുൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുന്നാണ്. എന്നിട്ട് അതിലൊരു വിശദീകരണം കൊടുക്കുകയാണ്. എന്ത്? വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വെണ്ണം അതിനെ ആക്കുന്നോവർ. ആലോചിച്ച് നോക്കി, വേണ്ടിയിട്ട് ഒരു വസ്തുവിനെ നോക്കിയിട്ട് അതിനെ എങ്ങനെ ആക്കണം. അപ്പൊ ഒരു പാറയെ നോക്കിയിട്ട് അതിന് ആന ആകട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ പാറ ആനയായി. ഒരു ഐതറുട്ടി നോക്കിയിട്ട് അത് ആമനക്കുട്ടിയാകട്ടെ എന്ന് പറഞ്ഞാൽ ഐതറുട്ടി ആമനക്കുട്ടിയായി. ഒരു ആൺകുട്ടിയെ ഉടനെ പെൺകുട്ടിയാക്കണമെന്ന് പറഞ്ഞാൽ അതാകുന്നാണ്. ഇങ്ങനത്തെ കള്ളക്കഥകൾ, മായാവിക്കഥകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വീഡിയോകളിലൂടെ, പിന്നെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. മജ്ലിസുൽ നൂറ്, മജ്ലിസുൽ പിന്നെ പലതരത്തിലുള്ള പേരുകൾ ഇട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ മെമ്പർമാരായിട്ടുള്ള സദസ്സുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിലൊക്കെ ആളുകൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, അള്ളാന്റെ മഹാത്മാക്കൾക്കും അങ്ങനത്തെ കഴിവുണ്ട് എന്നാണ്. ഇത് തൗഹീദിന് വിരുദ്ധമാണ്. ഇത് നരകത്തിൽ പോകുന്ന ഏർപ്പാടാണ്. നമ്മൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അസ്മാഉ സിഫാത്ത് കൃത്യമായി പഠിച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ അലീം. അല്ലാഹനെ പോലെ ഒരാളുമില്ല. അവന് തുല്യമായി അവന്റെ ഗുണനാമ വിശേഷങ്ങൾക്ക് ചേർത്തി പറയാൻ ഒരു മഖ്ലൂക്കിനും പറ്റില്ല. ഒരു മഖ്ലൂക്കിനും പറ്റില്ല. അതുകൊണ്ട് അല്ലാഹു തആലയുടെ കണ്ണ്, അല്ലാഹു തആലയുടെ കാത്,
അള്ളാഹു തആലയുടെ കയ്യ്, അള്ളാഹു തആല ഇറങ്ങുന്നു, അള്ളാഹു കയറുന്നു, അള്ള ഇരിക്കുന്നു, ഇതൊക്കെ ഖുർആനിലും ഹദീസിലുണ്ട്. അത് മനുഷ്യനോടോ ഒരു സൃഷ്ടിയോടോ സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല, പറ്റൂല. എങ്ങനെയാണോ അള്ളാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ സ്വഹാബത്തിന് കേൾപ്പിച്ചത്, സ്വഹാബത്ത് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്, ഖലാസ് അവിടെ നിൽക്കണം. അതൊരിക്കലും തശ്ബീഹ് ചെയ്യാൻ പാടില്ല, തംതീൽ ചെയ്യാൻ പാടില്ല, അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. നമുക്കൊക്കെ അറിയാം സൂറത്തുർ റഹ്മാൻ, അതിലെ ആയത്താണെന്ത്, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു തആല അർശിൽ ഇസ്തവാ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറെ ആയത്തുകൾ ഖുർആനിലുണ്ട്. അപ്പൊ അല്ലാഹു തആല അർശിൽ ഇസ്തവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു സുബ്ഹാനല്ലാഹ് പറയാൻ പാടില്ല. കാരണം അല്ലാഹു തആലയുടെ സിംഹാസനം എങ്ങനെ നമുക്കറിയില്ല, അള്ളാഹിന്റെ കുർസി എങ്ങനെ നമുക്കറിയില്ല, അള്ളാഹിന്റെ അർശ് എങ്ങനെ നമുക്കറിയില്ല. അപ്പൊ അള്ളാഹ് ഇസ്തവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് മലയാളം പോലും പറയാൻ പാടില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ബുദ്ധിക്ക് അമിതമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഖുർആനിനെ ശാസ്ത്രീയമായിട്ടും ഗ്രീക്ക് ഫിലോസഫി അനുസരിച്ചും വ്യാഖ്യാനിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകൾ ആ നാട്ടിൽ അത് വ്യാപകമായ സമയത്ത് ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന രണ്ടാമത്തെ ഇമാം മാലിക്കിന്റെ സദസ്സിൽ ഒരു ചങ്ങായി ഇരിക്കുന്നുണ്ട്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, റഹ്മാനായ അല്ലാഹു അവന്റെ അർശിൽ ഇസ്തവാ ചെയ്തു എന്ന് ഇമാം മാലിക് പറഞ്ഞപ്പോ, റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോ, ആ സദസ്സിൽ ഈ ചങ്ങായി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, കൈഫ ഇസ്തവാ യാ ശൈഖ്, എങ്ങനെയാണ് അല്ലാഹു ഇരുന്നത് ശൈഖേ? പ്രബലമായ ഒരു വാക്കാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി. അത് നമ്മൾ പഠിച്ചു വെക്കുക. ഇങ്ങനത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി അതാണ്. എന്താണ്? അൽ ഇസ്തിവാഉ മഅലൂമുൻ, അദ്ദേഹം പറയാണ് അൽ ഇസ്തിവാഉ മഅലൂം, അല്ലാഹ് അർശിൽ ഉപവിഷ്ടനായി എന്നത്, ഇസ്തവാ ചെയ്തു എന്നത് മഅലൂമുൻ, ഖുർആൻ പറഞ്ഞ കാര്യമാണ്, അറിയപ്പെട്ടതാണ്. വൽ കൈഫിയത്തു മജ്ഹൂൽ, അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണ് അത് മജ്ഹൂലാണ്, നമുക്കറിയില്ല. അൽ ഈമാനു ബിഹി വാജിബ്, അല്ലാഹ്ക്ക് അർശുണ്ട്, അല്ലാഹ്ക്ക് കുർസുണ്ട്, അല്ലാഹ് ഇസ്തവാ ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കലോ അത് ഈമാന്റെ ഭാഗമാണ്, നിർബന്ധവുമാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു വസ്സുആലു അൻ ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കൽ പുത്തൽവാദമാണ്, ബിദ്അത്താണ്. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖം ചുവന്നൂന്ന സദസ്സിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അഖ്രിജു ഹാദൽ മുബ്തദി, ഈ പുത്തൻവാദി എന്റെ മജ്ലിസിൽ ഇരുത്താൻ പാടില്ല, പുറത്താക്കുവാനെ. ഇതാണ് അഹ്ലുസ് സുന്നയുടെ അഖീദ. ഇത് കൃത്യമായ മുഅ്മിനീങ്ങളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് രാത്രിയിലെ അന്ത്യാമങ്ങളിൽ, അഥവാ രാത്രി അന്ത്യാമം എന്ന് പറഞ്ഞ ഒരു യാത്രയ്ക്ക് 8 യാമങ്ങളാണ്. ആ 8 യാമങ്ങളിൽ അല്ലാഹു തആല അർശിൽ നിന്ന്, അവന്റെ കുർസിൽ നിന്ന് അവൻ ഒന്നാം ആകാശത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു തആല ഇറങ്ങും. അല്ലാഹുവിന്റെ നുസൂൽ അത് നിഷേധിക്കാൻ പറ്റില്ല. അല്ലാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ അല്ലാഹ് ഇറങ്ങല്ല, അല്ലാഹുവിന്റെ ഖുദ്റത്ത് ഇറങ്ങി, അല്ലാഹുവിന്റെ ആധിപത്യം ഇറങ്ങി, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി, അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹ് ഇറങ്ങിയതാണ് അല്ലാഹ് ഇറങ്ങിയെന്ന്. അപ്പൊ എങ്ങനെ ഇറങ്ങണത്? പ്രധാനമന്ത്രി വിമാനം ഇറങ്ങണ പോലെയാണോ? നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങണ പോലെയാണോ? പറയാൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് യോജിച്ച രീതിയിൽ ഇറങ്ങി, ഖലാസ്, കഴിഞ്ഞു, അത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടത്താണ് പറഞ്ഞത്, യൻസിലു റബ്ബുനാ, നിങ്ങളുടെ റബ്ബ് ഇറങ്ങുന്നു, തബാറക വ തആല ഇല സമാഇ ദുനിയ, ആ ഒന്നാം ആകാശത്തേക്ക്. അപ്പൊ അല്ലാഹു തആല ഇറങ്ങുമ്പോ ഇതിനെങ്ങനെ കേറിപ്പോവുക? അല്ലാഹു തആല രാത്രിയിൽ അന്ത്യാമങ്ങൾ അമേരിക്കയിൽ ഇറങ്ങുമ്പോ ഇന്ത്യയിൽ പകലാവും, ഇന്ത്യയിൽ പകലാവും അവിടെ രാത്രിയാവും. അപ്പൊ അല്ലാഹ്ക്ക് എപ്പോഴാണ് കേറി പോകാൻ പാടില്ല? ഇതൊക്കെ ചോദിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. അശ്ശരിയ പണ്ഡിതന്മാരെ, മുഅ്തസിലിയാക്കളെ കാണാൻ പറ്റും. കാരണം എന്താ? ഓർക്ക് ഈ സിഫത്തുകളെ വ്യാഖ്യാനിച്ചെങ്കിലേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതാണ് അഹ്ലുസ് സുന്നയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പഠിക്കേണ്ട വിഷയം. സലഫി മൻഹജ് പറയുന്നു, സലഫ് സ്വാലികളുടെ അഖീദ അനുസരിച്ച് സലഫികൾ പറയുന്നു, അഹ്ലുസ് സുന്ന വൽ ജമാഅ പറയുന്നു എന്ത്? അല്ലാഹുവിന്റെ അസ്മാഉകളെ സിഫാത്തുകളെ പ്രമാണം എന്ന് പറഞ്ഞു. സ്വഹാബത്ത് ആ വിഷയത്തിൽ ഇജ്മാ എന്തോ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. വ്യാഖ്യാനിക്കാനോ അതേപോലെ തന്നെ അതിനെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് വളച്ചൊടിക്കാനോ അതേപോലെ തന്നെ ശാസ്ത്രത്തിന്റെ സത്യങ്ങളുമായി യോജിപ്പിച്ച് പറയാനോ ഒന്നും പാടില്ല, ഒന്നും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ, ഒരു അടിമ സ്ത്രീയെ ഒരു സ്വഹാബി അടിച്ചുപോയി, അഥവാ ഇങ്ങനെ ദേഷ്യം പിടിച്ചപ്പോ അടിച്ചതാണ്. അപ്പൊ ആ അടിച്ച സമയത്ത്
ആ സ്വഹാബിക്ക് വളരെയധികം സങ്കടമായി പോയി. ആ സങ്കടമായ സമയത്ത് അദ്ദേഹം ആ അടിമ പെൺകുട്ടിയെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഈ പെൺകുട്ടി മുസ്ലിമാണോ എന്നറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവിടെ എനിക്കൊന്ന് മോചിപ്പിക്കണം, ഇവിടെ മുഅ്മിനത്താണോ അല്ലേ എന്നറിയണം. അതിനാദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ചത് തൗഹീദിന്റെ അസ്മാഉ സിഫാത്ത് എന്ന അഖീദയാണ്. ആദ്യം ചോദിച്ചത് എന്താണ്? ഈ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല റസൂലുള്ളാഹി പറഞ്ഞു, എന്ത്, നീ അവളെ എങ്ങോട്ട് കൊണ്ടുവാ. അങ്ങനെ അവളെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫഖാല ലഹാ ഐനല്ലാഹ്, ആ കുട്ടിയോട് റസൂലുള്ളാഹി പറഞ്ഞു, മോളെ, അല്ലാഹു തആല എവിടെയാണ്? കുട്ടി വിരൽ ആകാശത്തേക്ക് ചൂണ്ടി, ഉപരിലോകത്തേക്ക് ചൂണ്ടി. അല്ലാഹു ഫിസ്സമാ, അല്ലാഹ് ഉപരിലോകത്താണ്. അല്ലാഹ് ആകാശത്തിലെ അർത്ഥത്തിലല്ല. ഫിസ്സമാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യാഖ്യാനിച്ചിട്ട് പഠിക്കുമ്പോ ഉപരിലോകം അഥവാ അല്ലാഹു തആല 7 ആകാശവും കിടന്ന് 500 വർഷത്തെ ഒരു സമുദ്രവും കിടന്ന് ആ സമുദ്രത്തിലാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്. അതിന്റെയും മുകളിൽ അല്ലാഹു തആലയുടെ കുർസുണ്ട്. അതിലാണ് അല്ലാഹു തആല എന്ന അർത്ഥത്തിൽ അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ഉപരിലോകത്താണെന്ന് പറഞ്ഞു. രണ്ടാമത് റസൂലുള്ളാഹി ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് നബിയേ. റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താരോ, അവൾ മുഅ്മിനാണ്, നീ അവളെ മോചിപ്പിച്ചോ. കണ്ടോ? അപ്പൊ ഒരാള് മുഅ്മിനാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ പോലും റസൂലുള്ളാഹി ഉപയോഗിച്ച അഖീദ അസ്മാഉ സിഫാത്തിൽ എത്രത്തോളം അവർക്ക് വിശ്വാസം ഉണ്ട്, അല്ലാഹുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണെന്നാ നോക്കുന്നത്. ഇന്ന് ഈ ചോദ്യം കേരളത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്ഥാനത്തില് വലിയ ഡിഗ്രിയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഓര് പറയും, അള്ളാന്ന് പറഞ്ഞ പാലിലെ വെണ്ണ പോലെയാണ്, എല്ലായിടത്തും ഉണ്ട്. അത് പിഴച്ച വിശ്വാസമാണ്. കണ്ണില്ലാതെ കാണുന്ന അല്ലാഹ്, കാതില്ലാതെ കേൾക്കുന്ന അല്ലാഹ്, കൈയില്ലാതെ പിടിക്കുന്ന അല്ലാഹ്, കാലില്ലാതെ നടക്കുന്ന അല്ലാഹ്, ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ ഈ വിശ്വാസം സമൂഹത്തിൽ ഈ പണ്ഡിതന്മാര്, ഈ ഉസ്താദന്മാര് പ്രചരിപ്പിച്ചത് കൊണ്ട് മദ്രസ സ്കൂളുകളിൽ നിരീശ്വരവാദികൾ പഴയ കാലത്ത് 45 കൊല്ലം മുമ്പ് ബോർഡുമ്മൽ ഒരു ചിത്രം വരക്കും. എന്നിട്ട് ചോദിക്കും അവിടുത്തെ കുട്ടികളോട്, അള്ളാഹ്ക്ക് കൈയുണ്ടോ മക്കളെ? ഇല്ല, അള്ളാഹ്ക്ക് കൈയില്ല. അവ കൈയാണ് മായ്ക്കും. കാതുണ്ടോ? ഇല്ല, കാത് മായ്ക്കും, കാല് മായ്ക്കും, ഒക്കെ മായ്ച്ച അള്ളന്നല്ല. അള്ളാഹു തആലയെ കുറിച്ച് അങ്ങനല്ല വിശ്വസിക്കേണ്ടത്. അള്ളാഹ് പാലിലെ വെണ്ണ പോലെയല്ല. റസൂലുള്ളാഹി പറഞ്ഞു, യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നമ്മളൊക്കെ ദ്വാരക്കുമ്പോ എവിടുക്ക കൈ പൊന്തിക്കല്? എവിടുക്ക പൊന്തിക്കല്? ആകാശ ലോകത്തേക്ക് അല്ലേ? അല്ല എല്ലായിടത്തും ആണെങ്കിൽ എങ്ങനെ ധരിക്കേണ്ടത്? ഇങ്ങനല്ലേ അല്ലേ? എല്ലായിടത്തും ആണെങ്കിൽ ഇങ്ങനെയല്ലേ ധരിക്കേണ്ടത്? പിന്നെ അല്ലാഹു തആല നജസ്സുള്ളിടത്തുണ്ടോ? അശ്ലീലം നടക്കുന്നിടത്തുണ്ടോ? ഇല്ല. അല്ലാഹു തആലയുടെ ആ സത്തയെ, അവന്റെ ദാത്തിനെ, അവന്റെ അഫ്ആലുകളെ, അവന്റെ അസ്മാഇകളെ ഒരിക്കലും മോശാക്കുകയാണ്. സത്യത്തിൽ അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന അർത്ഥം. എന്നാൽ വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളെ കണ്ടലാടിയേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്തവനാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മളെ വ്യാഖ്യാന പ്രകാരം വ്യാഖ്യാനിച്ചാൽ അത് തെറ്റിപ്പോവും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഈ മുസ്ലിം ലോകത്ത് കടന്നു വന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് രണ്ടാം ഖുതുബയിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പരമ ശബ്ദമായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ മഹത്തായ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ തൗഹീദ്, അതിന്റെ റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അസ്മാഇ സിഫാത്ത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ കലിമത്തും ആ ആശയവും ഹൃദയത്തിൽ കൃത്യമായി പഠിച്ച് അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുന്ന, അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി നേടി സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.